സൈന അനീസ്, എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ സ്റ്റൈൽ ഞണ്ട് ബിരിയാണിയാണ്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഇത് മുരിയുമ്പോഴേക്കും നമുക്കൊരു സവാള മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ട് അരിഞ്ഞ് വെക്കാം. സവാള ഇടാം കേട്ടോ, സൈഡിൽ കൂടെ ഇടാം, വലിയ പാനാണല്ലോ. സവാള അവിടെ കിടന്ന് മുരിയട്ടെ. ഈ ഞണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റുള്ളൊരു സീ ഫുഡാണ്. എനിക്ക് വളരെ ഇഷ്ടം. ചെറുപ്പം മുതൽ എൻ്റെ ഉപ്പച്ചി എനിക്ക് ഞണ്ട് വാങ്ങിച്ചു തരുമായിരുന്നു. പണ്ടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വലിയുമ്മയൊക്കെ ഉള്ള കാലത്ത് ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നുള്ളത്. അത് സത്യമാണ്. കാരണം ഞണ്ട് അത്രയും ടേസ്റ്റുള്ള ഒരു സീ ഫുഡാണ്. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല റോസ് കളറായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് റെഡ് കളറാവുന്നത് ഇഷ്ടമല്ല. ഇനി നമുക്ക് ക്രാബിനുള്ള മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണ കുറച്ച് മതിയാവും. കാരണം ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാറില്ല. കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ചോപ്പ് ചെയ്ത സവാള, മീഡിയം സവാള 2 എണ്ണം, നല്ല കുനാന്നരിഞ്ഞ സവാള, കണ്ടാൽ മനസ്സിലാവും നല്ല ചോപ്പ് ചെയ്ത സവാളയാണ്. 1 സ്പൂണ് ഉപ്പ് ഇപ്പോൾ ചേർക്കുകയാണ്. സവാള അടക്കിടുന്ന് വഴണ്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സവാളയിലേക്ക് നാടൻ പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. നാടൻ ഞണ്ടായതുകൊണ്ട് നാടൻ പച്ചമുളക്. കാന്താരിയുടെ മണം എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കാന്താരി ചേർക്കുന്നത്. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കുറച്ചേ ഇടണുള്ളൂ, ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാനിതിൽ ചേർക്കണുള്ളൂ. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അത്രയും മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഈ ഞണ്ട് ഇതിലേക്ക് ചേർക്കാം. ഹലോ സൈന. ഹായ്. കളമശ്ശേരി അല്ലേ? ഞണ്ട് ഉള്ളി ഞണ്ട് ഞണ്ട് ബിരിയാണി. ഞണ്ട് ബിരിയാണി കുറച്ച് ആൾക്കാർ സീ ഫുഡ് 2-3 മിക്സ്ഡ് ആയിട്ട് ചെയ്തു. ഇത് ഞണ്ട്. എനിക്ക് ചെറുപ്പം മുതൽ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞണ്ട് വെക്കാന്ന് വെച്ചാൽ സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ഞണ്ടാണ്. അപ്പൊ ഞണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞണ്ട് കിട്ടും. ഞാൻ എൻ്റെ സ്വന്തം നാട് തൃശ്ശൂർ മാളയിലാണ്. അപ്പൊ അവിടെ ഒരുപാട് ഞണ്ടൊക്കെ കിട്ടും. അപ്പൊ ഞണ്ട് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ 2 കറികളൊന്നും വേണ്ട, അത് മതി. ഓക്കെ. അപ്പൊ ഒരു സംശയം, ഞണ്ട് രണ്ടായിട്ട് തന്നെ വിത്ത് ഷെല്ലായിരിക്കുമല്ലോ ബിരിയാണിയിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ക്രാക്കർ പൊട്ടിച്ച് കഴിക്കണം അല്ലേ? പൊട്ടിച്ച് കഴിക്കണം. അത് ഞണ്ട് അങ്ങനെയുള്ള ക്ഷമയോടെ കഴിക്കണം. ഈ ബിരിയാണി ക്ഷമയോടെ കഴിക്കണം അല്ലേ? ബിരിയാണിയുടെ റൈസിലേക്ക് ഇതിന്റെ ഫ്ലേവർ ദമ്മിലൂടെ കിട്ടണം അല്ലേ? ഇതിന്റെ സ്ട്രോക്ക് വരുമല്ലോ, അതാ ഞാൻ ചോദിച്ചാൽ സ്റ്റോക്ക് ആവശ്യത്തിന് ഉണ്ടാവും മസാല സ്റ്റോക്ക്. ഇപ്പൊ നമ്മുടെ ക്രാബ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിയില, പുതിന ചേർക്കാൻ പോവുകയാണ്. തൈര് ചേർക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈരാണേ. ഒന്ന് ഇളക്കട്ടെ. ഇതിൽ ഞാൻ 1 സ്പൂണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി ചേർക്കാൻ പോവുകയാണേ. ഇത് നമ്മൾ ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിക്കും. നമ്മുടെ ഞണ്ടൊക്കെ നല്ല വെന്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്ട്രോക്ക് നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ ഒഴിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോവുകയാണേ. നല്ല വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോക്കാണ്. ഈ അടുപ്പത്തേക്ക് നമുക്ക് പാൻ വെച്ച് അരി വേവിക്കാം. ഒരു നുള്ളി ജീരകം, കുറച്ച് കുരുമുളക്, ബേ ലീഫ്,
ഒരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, ഞാൻ 1 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ചോറ് ദം ചെയ്യുമ്പോൾ ഞാൻ നെയ്യ് ചേർക്കും. 1/2 സ്പൂണ് നെയ്യ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീര്, നമ്മുടെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ജീരകശാല അരി, നമ്മുടെ അരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. ഹലോ വി ആർ ബാക്ക്. ഞങ്ങൾ തിരിച്ചെത്തി. അതായത് ഇപ്പൊ ഞണ്ട് മസാല റെഡി, റൈസ് വേവിച്ച് ഒരു സ്ട്രോക്ക് റൈസ് മസാല ദമ്മിടാനായിട്ട് പോകുന്നു. മുകളിൽ ബാക്കി ഹോൾ സ്പൈസസ് ഒക്കെ ഇത്തിരി ചേർത്തിട്ടുള്ളൂ എല്ലാനും. അതായത് പൊടിക്കുന്നില്ലേ ഇത്? ഏത് സ്പൈസസ് ഒക്കെ? ഇല്ല ഗരം മസാല ഗരം മസാല മാത്രമേ ഇതിൽ പൊടിയായിട്ട് ചേർക്കണുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. ഗരം മസാലയില് ഗരം മസാലയില് കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം കൂടി കോലം, സാജീരകം എല്ലാം കൂടി ഇച്ചിരി പൊടിച്ചതാണ്. അല്ലാതെ പൊടികളൊന്നും ചേർക്കണില്ല. ക്രാബിന്റെ ടേസ്റ്റ് കിട്ടാതെ ക്രാബിന്റെ ആ ഒരു വൈബ് പോവും. ഓ വൈബ് കളയണ്ട. അപ്പൊ ഇനിയിപ്പോ ഇത് ദമ്മിടാം. അതല്ലേ ഏകദേശം ഫൈനൽ. ദമ്മൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പതുക്കെ നമ്മുടെ ഞണ്ട് മസാല ദം ചെയ്യാൻ പോവുകയാണ്. ബിരിയാണി ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സർവിങ് ഡിഷിലേക്ക് പകർത്താം.